കുപ്രസിദ്ധമായ ജെട്ടി കേസിൽ നെടുമങ്ങാട് 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് വിധി പറഞ്ഞു. മഹാനായ നമ്മുടെ മുൻ ഗതാഗത മന്ത്രി, തിരുവനന്തപുരം MLA ആയിരിക്കുന്ന മഹാനായ ശ്രീ ആന്റണി രാജു കുറ്റക്കാരനാണ്, ഒരു കോടതി ജീവനക്കാരനും കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി. അദ്ദേഹത്തിനുള്ള ശിക്ഷ വിധിച്ചിട്ടില്ല. അതിൽ സാങ്കേതികമായിട്ടുള്ള ചില തടസ്സങ്ങൾ കൂടിയുണ്ട്. ഇദ്ദേഹത്തിന് 2 വർഷത്തിലധികം തടവ് ശിക്ഷ വിധിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലണ്ടാവും. പിന്നെ ഹൈക്കോടതിയിലും ഒക്കെ അപ്പീലുമായിട്ട് അദ്ദേഹത്തിന് നടക്കാം. മജിസ്ട്രേറ്റ് കോടതിയിൽ വിധിയാണ്ടായിട്ട് പുറത്ത് ജില്ലാ കോടതിയിലായിരിക്കും അപ്പീൽ, പിന്നെ അതിന്റെ പുറത്ത് ഹൈക്കോടതി. അങ്ങനെ ഒരുപാട് കാലം അദ്ദേഹത്തിന് ഇതുമായിട്ട് തള്ളിക്കൊണ്ട് പോകാം. പുള്ളിക്ക് ജയിലിൽ പോകേണ്ടതായിട്ടൊന്നും പറ്റില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. എന്തുവാട്ടെ, ആന്റണി രാജു എന്ന പൊതുപ്രവർത്തന സംബന്ധിച്ചുള്ള ഈ ജെട്ടി കേസ് ഒരു കരുതൽ പോലെ പുള്ളിയെ പിന്തുടർന്നു വിട്ട് ഒരുപാട് കാലം. ഇതിനാസ്പദമായ സംഭവം ഏതാണ്ട് 10-36 കൊല്ലം മുമ്പ് നടന്നതാണ്. അന്ന് അദ്ദേഹം MLA ഒന്നും ആയിട്ടില്ല, എന്നാലും തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു. തിരുവനന്തപുരത്തെ പ്രസിദ്ധയായ സെലിൻ വിൽഫ്രഡ് എന്ന ഒരു അഭിഭാഷകയുടെ ജൂനിയറായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഓസ്ട്രേലിയൻ പൗരനായ മയക്കുമരുന്ന് കേസ് പ്രതിയുടെ ജെട്ടി തൊണ്ടി ക്ലാർക്കിൻ്റെ അടുത്ത് നിന്ന് അപേക്ഷ കൊടുത്ത് വാങ്ങിക്കുന്നത്. അത് വെട്ടിച്ചുരുക്കി ചെറുതാക്കി കോടതിയിൽ റീപ്രസെന്റ് ചെയ്തു. അത് ഹൈക്കോടതിയിൽ അപ്പീലുമായിട്ട് വന്നപ്പോൾ ഈ പ്രതിയെ വെറുതെ വിടാനുള്ള സാഹചര്യം ഉപയോഗിക്കും. പിന്നെ ഈ സത്യം എത്ര മൂടി വെച്ചാലും എന്തെങ്കിലും ഒരിക്കൽ പുറത്തു വരും എന്ന തത്വം അനുസരിച്ച് ഇത് പുറത്തു വരികയും ഈ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ജയമോഹൻ അതിനെതിരെ സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഹൈക്കോടതി വിജിലൻസ് അന്വേഷണം നടത്തുകയും വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഇത് ആദ്യം അധ്യാന്തം ഫ്രോഡായിരുന്നു എന്ന് കണ്ടെത്തുകയും അതിനെ തുടർന്ന് തിരുവനന്തപുരം സെഷൻസ് കോടതിയിലെ ശിരസ്തദാരുടെ ആപ്ലിക്കേഷൻ പരാതി പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും. ഈ കേസിന്റെ അന്വേഷണം കാലാകാലങ്ങളിൽ ആന്റണി രാജു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മേൽ സമ്മർദ്ദം ചെലുത്തി അനന്തമായി നീട്ടിക്കൊണ്ടുപോയി. ഒടുവിൽ ഇത് കണ്ടുപിടിച്ച് പോലീസ് ചാർജ് ചെയ്യുകയും ചെയ്തതിന് ശേഷം അത് ചാർജ് ചെയ്തപ്പോഴുള്ള അദ്ദേഹത്തിന് 2ാമത് നിയമസഭയ്ക്ക് മത്സരിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടു പോയി. 1996 അന്ന് ആദർശധീരനായ VS അച്യുതാനന്ദനായിരുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. ഇതുപോലെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്താൻ പറ്റുകയില്ല എന്ന് അദ്ദേഹം ശഠിച്ചതിന്റെ പേരിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് അവിടെ സുരേന്ദ്രൻപിള്ളയെ സ്ഥാനാർത്ഥിയാക്കി. സുരേന്ദ്രൻപിള്ള ജയിക്കുകയും സുരേന്ദ്രൻപിള്ള വളരെ കുറച്ചു കാലം കേരളത്തിൽ മന്ത്രിയായിട്ടിരിക്കും. ആന്റണി രാജു മന്ത്രിയായിരിക്കേണ്ട സ്ഥലത്താണ് അന്ന് സുരേന്ദ്രൻപിള്ള ഇരുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പിന്നീട് ജനാധിപത്യ കേരള കോൺഗ്രസ് ആയി. അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ അതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്തവണ അദ്ദേഹം ജയിച്ചു. അങ്ങനെ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് വീണ്ടും ഈ കേസ് പൊങ്ങി വരുന്നത്. അപ്പൊ അതിന് വേറൊരു ചരിത്രം കൂടിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അല്ലാത്ത വേറെ ഏതോ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചക്കിടയ്ക്ക് ഞാനാണ് ഈ വിഷയം ഉന്നയിച്ചത്. ഇങ്ങനെ ആന്റണി രാജു പ്രതിയായിട്ടുള്ള ഒരു കേസ് ഒരുപാട് കൊല്ലമായിട്ട് തിരുവനന്തപുരത്ത് ഏതോ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ പെൻഡിംഗ് ആയിട്ടുണ്ട്. അതിന്റെ വിചാരണ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇങ്ങനെ ഒരു തട്ടിപ്പ് നമ്മുടെ നാട്ടിൽ നടന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാനതിങ്ങനെ പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ഈ ചർച്ച കേൾക്കാനിടയായ അനിൽ ഇമ്മാനുവൽ എന്നൊരു ചെറുപ്പക്കാരൻ, അയാൾ മനോരമ ന്യൂസ് ചാനലിലെ ഒരു റിപ്പോർട്ടറായിരുന്നു. പുള്ളി ഇതിന്റെ പുറകെ പോയി ഒരുപാട് ബുദ്ധിമുട്ടി അന്വേഷിച്ച് തപ്പിപ്പിടിച്ച് ഈ കേസിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് എടുക്കും. അത്ര എളുപ്പമൊന്നുമായിരുന്നില്ല. കോടതി സ്റ്റാഫും മജിസ്ട്രേറ്റും പോലും അദ്ദേഹത്തോട് സഹകരിച്ചില്ല. പക്ഷെ പുള്ളി വളരെ പരാക്രമി ആയതുകൊണ്ട് ഇതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതൊക്കെ മനോരമ ന്യൂസിന്റെ ഓഫീസിൽ കൊടുത്തപ്പോൾ മനോരമക്കാർ അവർക്ക് മാത്രം അറിയാവുന്ന എന്തോ കാരണത്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടോ മാർക്സിസ്റ്റ് പാർട്ടിയോടോ പിണറായി വിജയനോടുള്ള താല്പര്യം കൊണ്ടൊന്നും ആവില്ല, മറ്റെന്തോ താല്പര്യത്താൽ ഈ വാർത്ത കൊടുക്കാൻ വിസമ്മതിക്കുക, ഈ വാർത്ത തമസ്കരിച്ചു. അതേ തുടർന്ന് അനിൽ ഇമ്മാനുവൽ മനോരമയിലെ ജോലി രാജിവെച്ച് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായിട്ട് മാറുകയും അദ്ദേഹം പിന്നീട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയും ചെയ്തു. മാധ്യമ സിൻഡിക്കേറ്റ് എന്നാണ് ആ ചാനലിന്റെ പേര്. അദ്ദേഹം ഫേസ്ബുക്ക് വഴിക്ക് ഈ രേഖകൾ പുറത്തുവിട്ടു. അങ്ങനെ ഇത് വീണ്ടും പബ്ലിക് സ്ഫിയറിൽ ചർച്ചാ വിഷയമായി. പോലീസ് കേസ് കോടതി കേസ് എടുക്കാൻ നിർബന്ധിതമായി. മജിസ്ട്രേറ്റ് കോടതിയിൽ നിലവിലുള്ള കേസ് റദ്ദാക്കാൻ വേണ്ടി ആന്റണി രാജു ഹൈക്കോടതിയെ സമീപിച്ചു, രക്ഷ കിട്ടിയില്ല. സുപ്രീം കോടതിയെ സമീപിച്ചു, അവിടെ രക്ഷ കിട്ടിയില്ല. ഇതിന്റെയൊക്കെ പുറകെ അനിൽ ഇമ്മാനുവൽ തൂങ്ങി പിടിച്ച് നടന്നു. അവസാനം ഇത് കോടതിയിൽ വിചാരണ ചെയ്തു. ഇപ്പോൾ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇവിടെ ആന്റണി രാജുവിനോ അല്ലെങ്കിൽ കോടതി ജീവനക്കാരനോ അല്ല, സത്യം പറഞ്ഞാൽ മുഖത്താടി കിട്ടിയിട്ടുള്ളത് ഈ മനോരമ ന്യൂസ് ചാനലിലാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്ത
അതിന്റെ സർവ്വ വിശദാംശങ്ങളോടുകൂടി ഒരു റിപ്പോർട്ടർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചാനലിന്റെ ഓഫീസിൽ കൊണ്ടു കൊടുത്തപ്പോൾ അത് പൂഴ്ത്തിവെക്കാൻ അവർ പ്രകടിപ്പിച്ച ആ ഒരു വലിയ ഒരു മഹാമനസ്കതയുണ്ട്. അതിനെ നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അവർക്ക് ഒരു കാരണവശാലും ഹിതകരമല്ലാത്തൊരു സർക്കാർ, അതിലൊരു മന്ത്രി ഇത്ര വലിയൊരു തട്ടിപ്പ് നടത്തും. ഇത് വെറും ഒരു തട്ടിപ്പല്ല, നീതിന്യായ സംവിധാനത്തെ മൊത്തത്തിൽ അട്ടിമറിക്കുന്ന ഒരു വലിയ തട്ടിപ്പാണ്. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കുറ്റവാളിയായ വിദേശ പൗരനെ രക്ഷിക്കാൻ വേണ്ടി ഒരു വക്കീൽ, അതൊരു പൊതുപ്രവർത്തകനായ വക്കീൽ നടത്തിയ തിരിമറിയാണ്. അത് നീതിന്യായ നിർവഹണത്തെ തന്നെ അട്ടിമറിക്കുന്ന ഒരു സംഭവമാണ്. അത്ര ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായിട്ട് അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടിയിട്ട് അത് പൂഴ്ത്തി വെച്ചു എന്ന് പറഞ്ഞാൽ ഈ മനോരമക്കാർ പ്രസംഗിക്കുന്ന മാധ്യമ സദാചാരവും മാധ്യമ സ്വാതന്ത്ര്യവും അതിന്റെ പൊള്ളത്തരം എത്ര വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ സുഹൃത്ത് ഷാനി പ്രഭാകരൻ എല്ലാ ആഴ്ചയിലും മനോരമയിൽ അറിയാതെ വയ്യ, പറയാതെ വയ്യ, ചൊറിയാതെ വയ്യ എന്നൊരു പരിപാടി നടത്തുന്നുണ്ട്. അതിൽ ഇതിനെപ്പറ്റി ഒരു എപ്പിസോഡ് ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്തുകൊണ്ട് ഞങ്ങൾ ഈ മഹത്തായ വാർത്ത പൂഴ്ത്തി വെച്ചു, എന്തുകൊണ്ട് കുറ്റവാളിയായ ഒരു മന്ത്രിയെ സംബന്ധിച്ച വിശദാംശങ്ങൾ നമ്മുടെ തന്നെ ഒരു റിപ്പോർട്ടർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ട് അത് പുറം ലോകം അറിയിക്കാതിരിക്കാൻ വളരെയധികം ബന്ധപ്പെട്ടു. എന്തുകൊണ്ട് റിപ്പോർട്ടർ ജോലി രാജിവെച്ച് പോകേണ്ടി വന്നു? എന്തുകൊണ്ട് ഇയാൾ കുറ്റവാളി എന്ന് കണ്ടെത്തിയപ്പോൾ യാതൊരു ഉളുപ്പും കൂടാതെ ആന്റണി രാജു കുറ്റക്കാരൻ എന്ന ചരഞ്ഞ വാർത്ത പ്രസിദ്ധീകരിക്കാൻ ഞങ്ങൾ ധൈര്യപ്പെട്ടു? ഞങ്ങളുടെ തൊലിയുടെ കട്ടി എത്ര സെന്റിമീറ്റർ ആണ്, അല്ലെങ്കിൽ എത്ര ഇഞ്ചാണ് എന്നൊന്ന് വ്യക്തമാക്കിയാൽ നന്നായിരുന്നു. പിന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തെ കുറിച്ച് നമ്മളെയൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു മഹാനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ജോണി ലൂക്കോസ് എന്നാണ്. ജോണി ലൂക്കോസും ഈ കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞു കേൾക്കും എന്ന് ഞാൻ ആഗ്രഹിക്കും. ഏതായാലും നാണമില്ലാത്തവർക്ക് ആസനത്തിൽ ആര് മുളച്ചാൽ അതും തണൽ എന്നുള്ളതാണ് മനോരമയുടെ ആപ്തവാക്യം. ധർമ്മോസ്മത് കുലദൈവതം, അഥവാ ആല് മുളച്ചാൽ അതും തണൽ എന്നാണ് മലയാള മനോരമയുടെ ആപ്തവാക്യം. അതുകൊണ്ട് ഇതിനേക്കാൾ വലിയ മാധ്യമ മര്യാദയൊന്നും നമ്മൾ അവിടുന്ന് പ്രതീക്ഷിക്കുന്നില്ല. മനോരമയ്ക്ക് ഇനിയും പ്രേക്ഷകർ വർദ്ധിക്കട്ടെ. അറിയാതെ വയ്യ, ചൊറിയാതെ വയ്യ, പറയാതെ വയ്യ എന്ന പരിപാടിക്ക് എല്ലാ മംഗളാശംസകളും നേരുന്നു. വളരെ ജോറായിട്ടുണ്ട്. ഇനിയും ഇതുപോലെയൊക്കെ തന്നെ തുടരണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു.